ഞാനിന്ന് റിയാസിനോട് 10 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഈ 10ഉം തെറ്റാണ്. ഓക്കെ, അതാണ് ആ ചോദ്യത്തിൻ്റെ പ്രത്യേകതകൾ. പക്ഷേ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് റിയാസ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ അവനെ കണ്ടിരുന്നു എന്നതിന് ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ എന്നൊക്കെ പറയാറുണ്ട്. It's not I have met him yesterday, it's just I met him yesterday. Yes, I met him yesterday. അങ്ങനെ മതി. കാരണം ഈ യെസ്റ്റർഡേ എന്ന് വരുന്ന സമയത്ത് ടൈമിനെ മെൻഷൻ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത്. അതുകൊണ്ട് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ എന്നാണ് പറയേണ്ടത്. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. അടുത്തത്, ഇപ്പോൾ അവൻ എവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ പലരും വേർ ഡു ഹി വർക്ക് എന്ന് പറയാറുണ്ട്. ഞാൻ കുറെ കേട്ടിട്ടുണ്ട് വേർ ഡു ഹി വർക്ക്. അപ്പോൾ അതിലുള്ള മിസ്റ്റേക്ക് എന്താ? It's not where do, it's where does he work. Yes, വേർ ഡു എന്നല്ല വരാ, വേർ ഡസ് ഹി വർക്ക്. അടുത്തത്, അവൻ എന്തിനാ പോയത്? ഇപ്പോൾ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ ഇന്നലെ ബാംഗ്ലൂരിൽ പോയി. അപ്പോൾ ഞാൻ പറയാണ് വൈ ഡിഡ് ഹി വെന്റ്? അവൻ എന്തിനാ പോയത്? ഇതിലെന്താ മിസ്റ്റേക്ക്? Why did he went? It's like not went, it's like why did he go? Yes, why did he went അല്ല, why did he go. അതായത് ഡിഡ് കഴിഞ്ഞാൽ പിന്നെ ബേസ് ഫോം മതി. why did he go. അടുത്തത്, how many brothers does he has? അതായത് അവന് എത്ര ബ്രദേഴ്സ് ഉണ്ട്? How many brothers does he has ആണ് ഞാൻ പറഞ്ഞത്. Okay, it's not has, it's have. How many brothers does he have? Yes, how many brothers does he has അല്ല. പലരും ഈ ഹീ എന്ന് കാണുന്ന സമയത്ത് അവിടെ ഹാസ് ചേർക്കും. അങ്ങനെയല്ല, ഹൗ മെനി ബ്രദേഴ്സ് ഡസ് ഹി ഹാവ്. അടുത്തത്, അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഹി ഹാവ് എ ഗേൾ ഫ്രണ്ട്. No, it's not he have a girlfriend, it's like he has a girlfriend. Yes, ഹീയുടെ കൂടെ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഹാവ് വരുന്നില്ല, ഹാസ്. ഹി ഹാസ് എ ഗേൾ ഫ്രണ്ട്. അടുത്തത്, ഞാൻ ബിഗ് ബോസ് എല്ലാ ദിവസവും കാണാറുണ്ട്. അതെങ്ങനെയാ പറയാം? പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഐ യൂസ് ടു വാച്ച് ബിഗ് ബോസ് എവറി ഡേ. ഇതിലെന്താ തെറ്റ്? I watch Big Boss every day. It's like ഞാൻ കാണാറുണ്ട്. അപ്പോൾ I watch Big Boss every day. അപ്പോൾ I used to watch. I used to ഞാൻ കാണാറുണ്ടായിരുന്നു. Yes, I used to എന്ന് പറഞ്ഞാൽ ഞാൻ കാണാറുണ്ടായിരുന്നു. ഒരു പാസ്റ്റ് ഹാബിറ്റ് ആണ്, ഇപ്പോൾ ഇല്ല എന്നൊരർത്ഥം. ഓക്കെ, ഇനി പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. അവൻ എന്നോട് പറഞ്ഞു 10 മണിയാകുമ്പോഴേക്കും അവൻ എത്തും. He said he will reach by 10. He said he would reach by 10. Yes, he said he will reach എന്നല്ല പറയാ. He said അല്ലെങ്കിൽ he said that. He will അല്ല, he would reach by 10. ഓക്കെ, ഇനി അവന് എന്നെക്കുറിച്ച് എല്ലാം അറിയാം. He know everything about me. It's not he know, it's he knows everything about me. He know അല്ല, he knows. He knows everything about me. അടുത്തത്, ഒരു ഫ്രണ്ടിന്റെ പേര് പറയാൻ പറ്റുമോ? Okay, Najum. ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ് നജൂം. അപ്പോൾ ഞാനും നജൂമും ഇന്നലെ അവിടെ പോയിരുന്നു. മീ ആൻഡ് നജൂം went there yesterday എന്ന് പറയാറുണ്ട്. You don't have to say me and Najum, you can say Najum and I went there yesterday. അപ്പോൾ അവിടെ ഐ എന്നതാണ് പറയാം. മീ എന്ന് പറയണ്ട, മീ എന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ മീ വെച്ച് പറയണ്ട, ഐ ആൻഡ് നജൂം അല്ല, നജൂം ആൻഡ് ഐ went there yesterday. ഓക്കെ, എൻ്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. നീ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. Okay. അതിന് പലരും ഇഫ് യു ഇൻവൈറ്റഡ് ഐ വിൽ കം എന്ന് പറയാറുണ്ട്. No. If you had invited, yes, I would have come. Yes, if you had invited, I would have come. നീ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. ഓക്കെ, അപ്പോൾ 10 ചോദിച്ചു. 10 റിയാസ് വളരെ ഭംഗിയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന 10 സെൻറ്റൻസ് ആണ്. അപ്പോൾ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. മുകളിൽ ബയോയിൽ ഞങ്ങളുടെ വാട്സാപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. താങ്ക് യു. English House. English at your fingertips.